ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ എന്താ ഡിസ്കസ് ചെയ്തതെന്ന് ഓർമ്മയുണ്ടോ? ഇത് ഫിഷ് മാർക്കറ്റ് അല്ലേ? എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ പാർട്ട് 3 ആണ്. NCERT ക്ലാസ് 5 ചാപ്റ്റർ 1 ദ ഫിഷ് ടെയിലാണ് ചാപ്റ്റർ. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 3 വീഡിയോ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി വി ഹാവ് ഡിസ്കസ് ദ പാർട്ട് 1 ആസ് വെൽ ആസ് ദ പാർട്ട് 2 വീഡിയോസ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് തന്നെ കണ്ടുപോകണം, എന്നാലേ ചാപ്റ്റർ മനസ്സിലാവുള്ളൂ. ഓക്കെ, നമുക്ക് മൂവിങ് ഓൺ ടു ദ ചാപ്റ്റർ. അപ്പോൾ ലാസ്റ്റ് ചാപ്റ്ററിൽ ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് പറയുകയാണ്. ഇതിൽ ഒരു ഫിഷ് മാർക്കറ്റ് ഉണ്ടായിരുന്നു, ഭയങ്കര ബഹളമായിരുന്നു അവിടുന്ന്. അപ്പോൾ മിനി പറയുകയാണ്, മിനി സാർഡൈൻസ് 40 kg ആണ് വിൽക്കുന്നത്. അതുപോലെ തന്നെ ഗ്രേസി എന്ന് പറയുന്നത് സ്വോർഡ് ഫിഷ് 60 kg വിൽക്കുന്നത് പെർ കിലോഗ്രാം. ആസ് വെൽ ആസ് ഫ്ലോറമ്മ 150 പെർ കിലോഗ്രാമിനാണ് വിൽക്കുന്നത്. കറുത്തമ്മ എന്ന് പറയുമ്പോൾ 50 കിലോഗ്രാം. പിന്നെ നമ്മൾ പറഞ്ഞു ഫസീലയുടെ കയ്യിൽ 8 kg ഓഫ് ഫിഷ് ഉണ്ട്. അതെന്ന് പറയുമ്പോൾ ഏകദേശം 1200 rupees-നാണ് അത് വിൽക്കാൻ പോകുന്നത്. അതിൻ്റെ കാര്യം പറഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അറ്റ് വാട്ട് പ്രൈസ് ഡിഡ് ഫസീല സെൽ ദ കിങ് ഫിഷ്. അപ്പോൾ കിങ് ഫിഷിന് 8 kg ഉണ്ട്. അപ്പോൾ ഫസീല അത് ഏകദേശം 1200 കിലോഗ്രാമിനാണ് വിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ 1 kg റേറ്റ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാം, ഒരുമിച്ച് ചെയ്യണം. എല്ലാവരും അവരവരുടെ നോട്ട്ബുക്സും പെന്നും യൂസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. എൻ്റെ കൂടെ തന്നെ ചെയ്യണേ. So Fasila is carrying a big fish. Actually it weighs about 8 kg. So she will sell it for 1200 rupees. Therefore the size of kingfish is per kg is equal to, അപ്പോൾ 8 kgക്ക് ഏകദേശം എത്ര ഉണ്ട്? 1200 ഉണ്ട്. അപ്പോൾ 1 kgക്കോ യെസ് 1200 ഡിവൈഡഡ് ബൈ 8 that is equal to yes 150 kg ആണ് പെർ കിലോഗ്രാം. ഓക്കെ, 150 rupees പെർ കിലോഗ്രാം, സോറി. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ ഫ്ലോറമ്മ ഹാസ് സോൾഡ് 10 kg ഓഫ് പ്രോൺസ് ടുഡേ. ഹൗ മച്ച് മണി ഡിഡ് ഷീ ഗെറ്റ് ആഫ്റ്റർ ദാറ്റ്. അപ്പോൾ 10 kg വിൽക്കുന്ന ഫ്ലോറമ്മയ്ക്ക് എത്ര രൂപ ഉണ്ടാവും? നമ്മൾ പറഞ്ഞു ഫ്ലോറമ്മയുടെ 1 kg ഓഫ് പ്രോൺസ് എത്രയുണ്ട്? 150 രൂപയാണ്. അപ്പോൾ ഷീ വിൽ how much money will she get after selling 10 kg of fish? അപ്പോൾ 1 kgക്ക് ഏകദേശം 1500 കിട്ടുമെങ്കിൽ 1 kg is equal to 150 rupees. So 10 kgക്ക് എത്ര ഉണ്ടാകും? യെസ് 150 multiplies 10 that is equal to 1500. യെസ് എക്സാക്ട്ലി. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യം ചെയ്യാം. ഓക്കെ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗ്രേസി സോൾഡ് 6 kilogram sword fish. Minnie has earned as much as money as Gracie. How many kilograms of sardines did Minnie sell? അപ്പോൾ ഗ്രേസി വിറ്റത് 6 kg ഓഫ് ഫിഷ് ആണ്, 6 kg ആണ്. അപ്പോൾ അറ്റ് ലാസ്റ്റ് മിനിയും അതുപോലെ തന്നെ ഗ്രേസിക്കും കിട്ടിയ ഏർണിങ്സ് എന്ന് പറയുമ്പോൾ സെയിം ആണ്. അപ്പോൾ ഹൗ മെനി കിലോഗ്രാംസ് ഓഫ് സാർഡൈൻസ് വിൽ മിനി സെൽ. അപ്പോൾ മിനിയുടെ സാർഡൈൻസും ഗ്രേസിയുടെ സ്വോർഡ് ഫിഷും തമ്മിൽ റേറ്റ് എന്തെങ്കിലും ഡിഫറെൻ്റ് ആണ്, പക്ഷേ അവർക്ക് ലാസ്റ്റ് കിട്ടിയ മണി സെയിം ആണ്. അപ്പോൾ മിനി എത്രത്തോളം രൂപ ചിലവാക്കിയിട്ടുണ്ടാകും, അതായത് മിനി എത്രത്തോളം കിലോഗ്രാം ഓഫ് സാർഡൈൻസ് വിറ്റിട്ടുണ്ടാകും എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യാം, ഒരുമിച്ച് സോൾവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഗ്രേസിയുടെ 6 kg ഓഫ് ഫിഷിന് എത്ര രൂപയായിരുന്നു പെർ കെ ജി? 10 kg പെർ kg ആയിരുന്നു. അതായത് 6 kgക്ക് അവർക്ക് കൊടുക്കേണ്ടി വന്നത് 60 rupees ആണ്. ഓക്കെ, 6 kg 60 rupees കൊടുത്തു. അപ്പോൾ ടോട്ടൽ മണി ഏൺഡ് ബൈ ഗ്രേസ് ഈസ് ഈക്വൽ ടു, അപ്പോൾ 60 × 6 ഈസ് ഈക്വൽ ടു 360 rupees ആണ് ടോട്ടൽ മണി ഗോട്ട് ബൈ ദി ഗ്രേസി. അപ്പോൾ ഇതേ മണിയാണ് ആർക്കും കിട്ടിയത്? മിനിക്കും കിട്ടിയത്. അപ്പോൾ മിനിയുടെ ടോട്ടൽ മണി ഈസ് ഈക്വൽ ടു 360 ആണ് മിനിയുടെ ടോട്ടൽ മണി. അപ്പോൾ മിനി 1 kg ഓഫ് ഫിഷിന് സാർഡൈൻസിന് എത്ര രൂപ കൊടുത്തു? എത്ര രൂപ വിൽക്കുന്നുണ്ട്? 40 പെർ kg വെച്ചിട്ടാണ് വിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ 1 kgക്ക് 40 ആണെങ്കിൽ, സോ 1 kg ഈസ് ഈക്വൽ ടു 40, 360 rupees കൊണ്ട് ഫൈനലി കിട്ടിയ മണിയാണ്. അപ്പോൾ 360 rupees 40 kg വെച്ച് വിൽക്കുകയാണെങ്കിൽ എത്രത്തോളം മീനുകളായിരിക്കും, സാർഡൈൻസ് ആയിരിക്കും മിനി വിറ്റത് നമുക്ക് നോക്കുകയാണെങ്കിൽ 360 ഡിവൈഡഡ് ബൈ 40 ദാറ്റ് ഈസ് ഈക്വൽ ടു യെസ് 9 kg ഓഫ് ഫിഷ് ആയിരിക്കും. വെയിറ്റ് ഓഫ് ദ സാർഡൈൻസ് സോൾഡ് ബൈ മിനി ഈസ് ഈക്വൽ ടു 9 kg. ഓക്കെ, സോ നമ്മളിനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ്. അടുത്ത ക്വസ്റ്റ്യന് അടുത്ത പേജിനകത്തുള്ളത് അറ്റ്സ് അബൌട്ട് ബഷീറാണ്. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യന്.
So question number 4, moving on to question number 4. Bashir has 100 rupees. So ബഷീറിൻ്റെ കയ്യിൽ എന്തുണ്ട്, റുപ്പീസ് 100 ഉണ്ട്. അതുപോലെ തന്നെ ഹീ സ്പെൻസ് 1/4 ഓഫ് ദ മണി ഓൺ സ്ക്വിഡ്. അപ്പോൾ 1/4 സ്ക്വിഡിലും അതുപോലെ തന്നെ ബാക്കി 3/4 പ്രോൺസിലും വിറ്റിട്ടുണ്ട്. അപ്പോൾ ഹൗ മെനി കിലോഗ്രാംസ് ഓഫ് സ്ക്വിഡ് ആസ് വെൽ ആസ് പ്രോൺസ് ആണ് ബഷീർ വാങ്ങിയത് നമുക്ക് നോക്കാം. അപ്പോൾ നോക്കാം. അപ്പോൾ ആൻസറിൽ ഇതാണ്. അപ്പോൾ ബഷീറിൻ്റെ കയ്യിൽ എബൌട്ട് 100 ഉണ്ട്. അതിൽ 1/4 സ്ക്വിഡും 3/4 പ്രോൺസും അയാൾ വാങ്ങിച്ചു. അപ്പം എത്രത്തോളം ആണ് അയാൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവുക? അപ്പോൾ നൗ ബഷീർ 100, 1/4 റുപ്പീസിന് ബഷീർ എത്രത്തോളം 100 റുപ്പീസിൽ എത്രത്തോളം 1/4 ഓഫ് kg ഓഫ് എന്ത് സ്ക്വിഡ് വാങ്ങി നോക്കാം. അപ്പോൾ 100 ഡിവൈഡഡ് ബൈ 1/4 അത് ഈസ് ഈക്വൽ ടു 25 ആയിരിക്കും അയാൾ സ്ക്വിഡ് വാങ്ങിയ എമൗണ്ട് ഓഫ് മണി. അപ്പോൾ അയാൾ ബാക്കി എത്ര മണി ഉണ്ടാകും? യെസ്, ഒബ്വിയസ്ലി 100 മൈനസ് 25 ഈസ് ഈക്വൽ ടു 75 ആയിരിക്കും ബാക്കി അയാളുടെ കയ്യിൽ ഉണ്ടാവുക. അപ്പോൾ കറുത്തമ്മ എന്ന് പറയുന്നത് സ്ക്വിഡ് 50 kg പെർ കിലോഗ്രാമിനാണ് വിൽക്കുന്നത്, റുപ്പീസ് പെർ കിലോഗ്രാമിനാണ് വിൽക്കുന്നത്. അപ്പോൾ ബഷീറിൻ്റെ കയ്യിൽ 25 ഉണ്ട്. അതുപോലെ തന്നെ 50 റുപ്പീ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഏകദേശം 1/2 kg ഓഫ് സ്ക്വിഡാണ് ബഷീർ വാങ്ങിച്ചിട്ടുണ്ടാവുക. അപ്പോൾ 100 റുപ്പീസിനകത്ത് 1/2 kg ഓഫ് സ്ക്വിഡ് 25 റുപ്പീസ് കൊടുത്താണ് ബഷീർ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി കിലോഗ്രാംസ് ഓഫ് പ്രോൺസ് ഹി ബൈ? എത്രത്തോളം കിലോഗ്രാംസ് ഓഫ് പ്രോൺ ആണ് അയാൾ വാങ്ങിച്ചതെന്ന് നോക്കാം. ബഷീറിൻ്റെ കയ്യിൽ നമ്മൾ പറഞ്ഞു 100 റുപ്പീസ് ഉണ്ട്. 3/4 ഓഫ് മണി എന്ത് ചെയ്തു? അല്ല പ്രോൺസ് വാങ്ങാൻ വേണ്ടി യൂസ് ചെയ്തു. അപ്പോൾ 3/4 × 100 നോക്കിയാലാണ് അയാൾ 75 റുപ്പീസാണ് ഹി വിൽ സ്പെൻഡ്. നമ്മൾ പറഞ്ഞു 100 മൈനസ് 25 ഈക്വൽ ടു, യെസ് എക്സാക്ട്ലി 75 റുപ്പീസാണ് അയാൾ സ്പെൻഡ് ചെയ്തത്. അപ്പം ഫ്ലോറമ്മ, അപ്പോൾ നമുക്ക് നോക്കാം എത്രത്തോളം കോസ്റ്റാണ് നമുക്ക് എന്ത് പ്രോൺസിനകത്തുള്ളത്. അപ്പോൾ ഫ്ലോറമ്മ പ്രോൺസ് 150 കിലോഗ്രാമൊക്കെ വിൽക്കുക. അപ്പോൾ ബഷീർ യൂസ് ചെയ്തത് 75 കിലോഗ്രാം. അപ്പോൾ 75 റുപ്പീസ്. അപ്പോൾ എത്രത്തോളം അയാൾ വാങ്ങിച്ചിട്ടുണ്ടാകും? 75 ഡിവൈഡ് ബൈ 150 ദാറ്റ് ഈസ് ഈക്വൽ ടു, യെസ് 1/2 kg ഓഫ് പ്രോൺസ് ആയിരിക്കും അയാൾ വാങ്ങിയിട്ടുണ്ടാവുക. ഓക്കെ, 1/2 kg ആയിരിക്കും ടോട്ടൽ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. അതായത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, അതായത് ട്രൈയിങ് ചെയ്ത് ഫാസ്റ്റ് എന്നുള്ളൊരു ഇതാണ്. അപ്പോൾ ടങ് ട്വിസ്റ്ററാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണം, ഈസിയാണ്. അപ്പോൾ നിങ്ങളൊരു ഗെയിം ആക്കിയിട്ട് ഇതെടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ടോപ്പിക്. അതായിട്ടുള്ളത് ഒരു ഇറ്റ്സ് അബൌട്ട് എ ലോൺ, ഒരു മണി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മണി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ വുമൻസ് മിങ്കാർ ബാങ്ക്. അപ്പോൾ അതൊരു ബാങ്കിൻ്റെ പേരാണത്രേ. The meeting of the Mingar Bank has just begun. മീറ്റിംഗ് തുടങ്ങിയിട്ടുണ്ട്. ഫസീല ഈസ് എ പ്രസിഡൻ്റ് ആണ്. ഫസീല നമ്മൾ പറഞ്ഞു 8 kg ഓഫ് ഫിഷ് വിറ്റ് 120 റുപ്പീസ് കിട്ടിയ ആളില്ലേ, 1200 റുപ്പീസ് കിട്ടിയ ആളില്ലേ, ആ ഫസീലയാണിത്. ഓക്കെ, 20 ഫിഷർ വുമൻ ഹാവ് മെയ്ഡ് ദെയർ ഓൺ ബാങ്ക്, ഈച്ച് സേവ് ₹25 എവറി മന്ത് ആൻഡ് പുട്ട്സ് ഇൻ ദ ബാങ്ക്. അപ്പോൾ 20 ആൾക്കാരുണ്ട്, ടോട്ടൽ മെമ്പേഴ്സ് 20 ഉണ്ട്. അവർ ഓരോരുത്തരും 25 രൂപ വെച്ചിട്ടാണ് സേവ് ചെയ്യൽ. അപ്പോൾ ഹൗ മച്ച് മണി ഡസ് ദ ഗ്രൂപ്പ് ഈച്ച് കളക്ട് ഇൻ ഈച്ച് മന്ത്? ഓരോ മാസം അവർ എത്ര കളക്ട് ചെയ്യും? അപ്പോൾ നമ്മൾ പറഞ്ഞു 25 ആണ് ഒരാളുടെ നിന്ന് വാങ്ങിക്കുന്ന സാധനം. അതുപോലെ തന്നെ അപ്പോൾ എത്ര പേരുണ്ട്? അവർ 20 ആൾക്കാരുണ്ട്. അപ്പോൾ 25 × 20 ഈസ് ഈക്വൽ ടു, യെസ് എക്സാക്ട്ലി 500. പിന്നെ പിള്ളേരോട് ഞാൻ എല്ലാവരോടും പറയാൻ പ്രത്യേകം മറന്നുപോയതെന്ന് വെച്ചാൽ, നമ്മളെപ്പോഴും റുപ്പീസ് എന്നുള്ളത്, അതായത് മണിയുടെ വാല്യൂസ് എപ്പോഴും നമ്മൾ ഇങ്ങനെ എഴുതുക. ഹിന്ദി ലെറ്റർ റാ, പിന്നെ അതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ഒരു സൈനായിരിക്കും മണിയുടെ ലെറ്റർ അവർ നമ്മൾ ഡെപിക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ റുപ്പീസ് 500 ആയിരിക്കും. 500 ആയിരിക്കും എന്ത് ടോട്ടൽ എമൗണ്ട് ഓഫ് മണി ഡസ് ദ ഗ്രൂപ്പ് കളക്ട് ഇൻ എവറി മന്ത്. ഓക്കെ, ഹൗ മച്ച് മണി വിൽ ബി കളക്റ്റഡ് ഇൻ 10 ഇയേഴ്സ്? അപ്പോൾ ഓരോ മന്തിൽ കിട്ടുന്നതായതുകൊണ്ട് 10 ഇയേഴ്സിൽ കിട്ടുന്നത് യെസ് ഒബ്വിയസ്ലി നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞു 500 റുപ്പീസ് വിൽ ബി സേവ്ഡ് അറ്റ് ഇൻ ദ ബാങ്ക് ഇൻ എവറി മന്ത് ബൈ 20 മെമ്പേഴ്സ് ബൈ ഗിവിങ് 25 റുപ്പീസ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മച്ച് മണി വുഡ് ബി കളക്റ്റഡ് ഇൻ 10 ഇയേഴ്സ് എത്ര ഉണ്ടാകും? അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു മന്തിൽ 500 ആണെങ്കിൽ ഒരു 1 ഇയറിൽ എത്ര ആയിരിക്കും? 500 × 12 ആയിരിക്കും. അപ്പോൾ ഒരു ഇയറിൽ എത്ര ആയിരിക്കും? ഇയറിനകത്ത് എന്ന് പറയുന്നത് 10 ഇയേഴ്സിൽ എത്ര ആയിരിക്കും? ഇൻറ്റു 10 ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. സോ ദിസ് ഇസ് ദ ആൻസർ. അതായത് 500 × 12 ഈസ് ഈക്വൽ ടു 6000 റുപ്പീസാണ് എല്ലാ ഇയറിലും കളക്ട് ചെയ്യുന്ന മണി. അതിപ്പോൾ 10 ഇയേഴ്സിലാകുമ്പോൾ അത് 60,000 ആയിരിക്കും. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം, സ്വന്തമായിട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. ഓക്കെ ഗൈസ്,
സോ നമ്മൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ്. മൂവിങ് ഓൺ ടു ദ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ. Gracie needs money to buy a net. Jancy and her sister wants to buy a logboat, so they take a loan from their bank. They will return it with their interest. സോ ഗ്രേസിക്ക് ഒരു നെറ്റ് വാങ്ങണം, അതുപോലെ തന്നെ ജാൻസിക്കും അവളുടെ സിസ്റ്ററിനും ഒരു ലോഗ് ബോട്ട് വാങ്ങണം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവർ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ലോണിന് അത്യാവശ്യം അവർ തിരിച്ചൊരു ഇൻട്രസ്റ്റും കൂടെ പേ ചെയ്യണം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. The Gracie took a loan of 4,000 to buy a net. She paid back rupees 345 every month for 1 year. How much money did she pay back to the bank? അപ്പം 4,000 റുപ്പീസാണ് ലോൺ എടുത്തത്. അതിൻ്റെ 345 റുപ്പീസ് വെച്ചിട്ട് അവൾ എല്ലാ മാസവും ഓരോ വർഷത്തിൽ അടയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എത്രത്തോളം മണിയാണ് അവർക്ക് ബാങ്കിൽ തിരിച്ചടയ്ക്കേണ്ടതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിൽ ബി ഇങ്ങനെയാണ്. Jancy and her sister took a loan of 21,000 rupees to buy a logboat. They paid back rupees 23,520 in 1 year. And how much did they pay back every month? അപ്പം 21,000 ആയിരുന്നു ലോൺ എടുത്തത്. 23,520 ആണ് എല്ലാ വർഷവും തിരിച്ചടയ്ക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ എത്രത്തോളം റുപ്പീസാണ് അവർ ഒരു മാസം അടയ്ക്കുന്നത്? അപ്പോൾ ഇത് രണ്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻസാണ്, പ്രാക്ടീസ് ടൈമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം. ഓക്കെ, സോ ഏർലിയർ വുമൻ ഡിഡ് നോട്ട് go on the boat to fish. Now Jancy and some others going on the boats during the day. Things are changing now and their bank helped them. They also got a special bus to take their baskets full of fish. അപ്പോൾ എന്ന് വെച്ചാൽ ഇതിനകത്ത് പണ്ടൊന്നും ആരും മീൻ പിടിക്കാനൊന്നും പോകുന്നുണ്ടായിരുന്നില്ല സ്ത്രീകൾ. ഇപ്പോൾ സ്ത്രീകളൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം എല്ലാം ചേഞ്ച് ചെയ്ത് വരികയാണ്. കാരണം ബാങ്കൊക്കെ അവർക്ക് ലോൺ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് സ്പെഷ്യൽ ബസ് ഉണ്ട്. എന്തിനാ വെച്ചാൽ അവർ ക്യാച്ച് ചെയ്ത ഫിഷൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് പറയുന്നത്. അപ്പോൾ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് സ്വന്തമായിട്ട് ചെയ്യുക. അതുപോലെ തന്നെ വൈ ഡോണ്ട് വി സ്റ്റാർട്ട് എ ന്യൂ ഫിഷ് ഫാക്ടറി എന്നുള്ള ഹെഡിങ്സ് സ്വന്തമായിട്ട് വായിക്കുക. അപ്പോൾ ഇതോടെ ഞാൻ ഇവിടെ മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു ചാപ്റ്റർ നെക്സ്റ്റ് ടൈം ഡിസ്കസ് ചെയ്യാം. അതുവരേക്കും സ്റ്റേ ഹോം ചിൽഡ്രൻ, സ്റ്റേ സേഫ് ആൻഡ് താങ്ക് യു എവ്രി വൺ. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. ഓക്കെ, എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഹാവ് എ നൈസ് ഡേ.